നമസ്കാരം. നമുക്കറിയാം സ്വർണം തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയിലാണ്. എങ്കിലും ഇന്ത്യക്കാരുടെ കയ്യിൽ എത്ര സ്വർണം ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വർണവുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആഴത്തിലുള്ളതാണ്. സാംസ്കാരിക പാരമ്പര്യം തൊട്ട് സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ വരെ സംയോജിപ്പിച്ച് കിടക്കുന്നതാണത്. 2025 കണക്കനുസരിച്ച് ഇന്ത്യൻ കുടുംബങ്ങൾ മൊത്തത്തിൽ 20,000 ടൺ സ്വർണം കൈവശം വെച്ചിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച 10 കേന്ദ്ര ബാങ്കുകളുടെ സംയോജിത കരുതൽ ശേഖരത്തെക്കാൾ അധികമാണിതെന്ന് പറയേണ്ടി വരും. റിസർവ് ബാങ്കിന്റെ ഔദ്യോഗിക കരുതൽ ശേഖരമായ 854 മെട്രിക് ടൺ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണശേഖരം 25,854 ടൺ കവിയും. ഇത് സ്വകാര്യ സ്ഥാപന സ്വർണ്ണ ഉടമസ്ഥതയിൽ ആഗോള നേതാവെന്ന ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ? ഇന്ത്യൻ സംസ്കാരത്തിൽ സ്വർണത്തിന്റെ കേന്ദ്രബിന്ദു ആചാരങ്ങൾ, വിവാഹങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നതെന്ന് പറയാം. സ്വർണ്ണാഭരണങ്ങൾ സമൃദ്ധി, സുരക്ഷ, സാമൂഹിക പദവി എന്നിവയൊക്കെ പ്രതീകപ്പെടുത്താൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. വധുവിന്റെ ആഭരണങ്ങൾ, അനന്തരാവകാശം, മതപരമായ വഴിപാടുകൾ എന്നിവ തലമുറകൾ തമ്മിലുള്ള കൈമാറ്റങ്ങളെ ശാശ്വതമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സ്ത്രീകൾ ഏകദേശം 24,000 മുതൽ 25,000 ടൺ സ്വർണമാണ് ആഭരണങ്ങളുടെ രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്നത്. ഇത് ലോകത്തിലെ സ്വർണ്ണശേഖരത്തിന്റെ 11% തുല്യമാണ്. ദക്ഷിണേന്ത്യയിൽ സ്വർണ്ണ ഉടമസ്ഥാവകാശവും നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ഗാർഹിക കരുതൽ ശേഖരത്തിന്റെ 40% സംഭാവന ചെയ്യുന്നതും ദക്ഷിണേന്ത്യയാണ്. അതിൽ തമിഴ്നാട് മാത്രം 28% സംഭാവന ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് സ്വർണം നൽകുന്നതും ക്ഷേത്ര വഴിപാടുകൾക്കുമുള്ള മുൻഗണന പോലുള്ള പ്രാദേശിക സാംസ്കാരിക രീതികളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇതിന് വിപരീതമായി വടക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ ആളോഹരി ഉടമസ്ഥാവകാശമാണുള്ളത്. എന്നിരുന്നാലും ദീപാവലി പോലുള്ള ഉത്സവങ്ങളിൽ ഇവിടെയും ഡിമാൻഡ് വർദ്ധിക്കാറുണ്ട്. 2025 വരെ ഇന്ത്യൻ കുടുംബങ്ങൾ 20,000 ടൺ സ്വർണം ശേഖരിച്ചിട്ടുണ്ട്. ഇനി ലോകരാജ്യങ്ങളിലേക്ക് വന്നാൽ അമേരിക്ക 8,000 ടൺ, ജർമ്മനി 3,300 ടൺ, ഇറ്റലി ആണെങ്കിലോ 2,450 ടൺ, ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞാൽ 2,400 ടൺ, റഷ്യ ആണെങ്കിൽ 1,900 ടൺ എന്നിങ്ങനെയാണ് ഇവയുടെ സംയോജിത സ്വർണ്ണശേഖരം. എന്തായാലും ഇന്ത്യക്കാരുടെ കൈവശമുള്ള സ്വർണം ഇതിലും അധികമാണ്. ഈ സ്വകാര്യ സ്വർണ്ണശേഖരം വെറുമൊരു സാംസ്കാരിക മൂലധനം മാത്രമല്ല, തന്ത്രപരമായ സാമ്പത്തിക നീക്കം കൂടിയാണ്. ഗ്രാമീണ കുടുംബങ്ങൾ വായ്പയ്ക്കായി ഈടായി സ്വർണത്തെ ആശ്രയിക്കുകയും പണപ്പെരുപ്പത്തിനെതിരായ ഒരു സംരക്ഷണമായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ, നിക്ഷേപക സംരക്ഷണം എന്നിവയാൽ സ്വർണ്ണവില 2024 28%, 2025 തുടക്കത്തിൽ 11% ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ 20,000 ടൺ ഗാർഹിക സ്വർണം മുൻനിരയിലുള്ള 5 ദേശീയ സ്വർണ്ണ ഉടമകളുടെ സംയോജിത കരുതൽ ശേഖരത്തെക്കാളും കൂടുതലാണ്. അതായത് നേരത്തെ പറഞ്ഞാൽ ലോകരാജ്യങ്ങളെക്കാളും ഒക്കെ കൂടുതലാണെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താവായ ചൈനയിൽ പോലും 2024 ഇന്ത്യയുടെ 563.4 ടണ്ണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആഭരണ ആവശ്യകത കുറവാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.